എന്തെല്ലാമാണ് ഈ ഒരു സർവൈക്കൽ സ്പോണ്ടൈലോസിസിന്റെ ലക്ഷണങ്ങൾ എന്ന് നോക്കാം. ഒന്നാമത്തെ ലക്ഷണം എന്താണ്, കഴുത്തിന് വരുന്ന അസഹനീയമായിട്ടുള്ള വേദനയാണ്. ഈ ഒരു വേദന പലപ്പോഴും രാവിലെ നേരം വെളുത്ത് എഴുന്നേക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് സമയം കഴുത്ത് ഒരേ രീതിയിൽ വെച്ച് അല്ലെങ്കിൽ കുമ്പിട്ടിരുന്ന് ജോലി ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടൊക്കെ ആയിരിക്കും വരുന്നത്. അതോടൊപ്പം പലപ്പോഴും കഴുത്തിനൊരു പിടുത്തം അനുഭവപ്പെടാം. നമുക്ക് കഴുത്ത് മുമ്പോട്ടോ പുറകിലോട്ടോ ഒന്നും കുനിക്കാൻ പറ്റുന്നില്ല, താഴേക്കോ മുകളിലേക്കോ ഒന്നും ആക്കാൻ പറ്റുന്നില്ല, വശങ്ങളിലേക്ക് ആക്കാൻ പറ്റുന്നില്ല. അപ്പോഴെല്ലാം ഒരു പിടുത്തം അനുഭവപ്പെടുന്നു. പിന്നെ കഴുത്തിന് ഒരു കടച്ചിൽ അനുഭവപ്പെടുക. ഈ ഒരു കടച്ചിൽ പലപ്പോഴും കൈകളിലേക്ക്, വിരലുകളിലേക്കൊക്കെ റേഡിയേറ്റ് ചെയ്യുന്ന ഒരു അനുഭവം ഉണ്ടാകുന്നു. പിന്നെ കൈകൾക്ക് മരവിപ്പ്, വിരലുകൾക്കൊക്കെ മരവിപ്പ് അനുഭവപ്പെടുക, ടിംഗ്ലിംഗ് സെൻസേഷൻ ഉണ്ടാകുക. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമുക്ക് സാധനങ്ങൾ കയ്യിൽ നിന്ന് ഊർന്നു പോകുന്നത് അറിയാതെ വരുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ കയ്യിൽ ഒരു സാധനം എടുത്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് പലപ്പോഴും നമുക്ക് പ്രോപ്പറായിട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നില്ലാത്ത ഒരവസ്ഥ വരുന്നു. പിന്നെ ഒരുപാട് സമയം നമ്മൾ ഒരു സാധനം കയ്യിൽ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൈക്ക് കടച്ചിൽ അനുഭവപ്പെടുക. അതായത് അടുക്കളയിലൊക്കെ കറിക്ക് അരിയുന്ന സമയത്ത് ഒരുപാട് സമയം നമ്മൾ കത്തി ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൈക്ക് വേദന വരുന്നു. അല്ലെങ്കിൽ കുറെ സമയം നമ്മൾ മൊബൈൽ ഫോൺ കയ്യിൽ വെച്ച് ഒരാളോട് സംസാരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൈക്ക് കടച്ചിൽ വരുന്ന ഒരു അവസ്ഥ. ഇതെല്ലാം സെർവൈക്കൽ സ്പോണ്ടൈലോസിസ് ഉള്ള ഒരാൾക്ക് നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളാണ്. പിന്നെ ചില ആളുകൾക്ക് ഇതോടൊപ്പം തലകറക്കം, തലവേദന ഒക്കെ കണ്ടുവരാറുണ്ട്.